ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു കുഞ്ഞു യാത്രയാണ് കേട്ടോ. നല്ല വെയിലാണ് കേട്ടോ. 4 മണിയായെങ്കിലും വെയിലിന് കുറവൊന്നുമില്ല. നല്ല രീതിയിൽ വെയിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇടവ എന്ന് പറയുന്ന സ്ഥലമാണ്, വർക്കല ഇടവ. ഈ ഇടവയിൽ ഒരു പള്ളിയുണ്ട്. മലപ്പുറം പള്ളി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഒരു കുഞ്ഞു പള്ളിയാണ് കേട്ടോ. ഈ പള്ളിയുടെ പരിസരമാണ് ഞാൻ നിങ്ങളെ ഈ കാണിക്കുന്നത്. കടലിൻ്റെ തീരത്താണ് ഈ പള്ളി ഉള്ളത് കേട്ടോ. വെയിൽ കാരണം നിങ്ങൾക്ക് വീഡിയോയിൽ ഇത് നല്ലതുപോലെ കാണാൻ പറ്റുമോ എന്ന് സംശയമാണ്. കാരണം ഞാൻ ഈ കാണുന്ന ഇതേ ഭംഗിയിൽ ഈ വെയിലായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ഇതായിട്ട് കാണാൻ പറ്റില്ല. ഇത് ഈ പള്ളിയിലോട്ട് നടന്നു വരുന്ന വഴിയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഈ വീഡിയോസുകളൊന്നും എടുത്ത് അത്ര വലിയ പരിചയമില്ല. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോസാണ് ഇതൊക്കെ. ഞാനിന്ന് നിങ്ങൾക്ക് ഈ പള്ളിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ഈ പള്ളിയുടെ എൻട്രൻസ് ആണ് കേട്ടോ. പള്ളി പരിസരമൊക്കെ നല്ല ഇതായിട്ട് കിടക്കുകയാണ്. ഈ കാണുന്നതാണ് ഈ പള്ളി. മലപ്പുറം പള്ളി എന്നാണ് ഈ പള്ളി പറയപ്പെടുന്നത്. ഒരു കുഞ്ഞു പള്ളിയാണ്, നമസ്കാര സ്ഥലവും. ഇത് ഈ പള്ളിയിൽ നിന്നും ഇവിടെ ഒരു മക്കാവുണ്ട്. മലപ്പുറം ഉപ്പയാണ് അവിടെ അടങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാണാനായിട്ടുള്ള വഴിയാണ്. ഒരു ചെറിയ ഇൻ്റർലോക്ക് ചെയ്ത വഴിയാണ്. ആ വഴിയിലൂടെ നമ്മൾ കയറി വരുന്നത് ഇവിടെയാണ് മക്ബറയുള്ളത്. ഇതാണ് മലപ്പുറം ഉപ്പയുടെ മക്ബറ. വളരെ പഴക്കമുള്ളൊരു പള്ളിയാണ് കേട്ടോ ഇത്. അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇവിടെ വരാറില്ല. ഈ പരിസരത്തുള്ളവരും ഇതറിഞ്ഞുള്ള ആൾക്കാരുമാണ് കൂടുതലും ഇവിടെ വരാറുള്ളത്. ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്കായിട്ട്, എല്ലാവർക്കും ഒന്നും അറിയില്ലായിരിക്കാം, അറിയുന്നവരും കാണാം. ഞാനിതൊന്ന് കാണിച്ചു. ഇത് കൊല്ലം ജില്ലയിൽ നിന്ന് വരാനാണെങ്കിൽ കൊല്ലത്ത് നിന്ന് 30 കിലോമീറ്ററാണ് ഇങ്ങോട്ടത്തേക്കുള്ള ദൂരം. കൊല്ലത്ത് നിന്ന് 30 കിലോമീറ്റർ വരുമ്പോൾ ഇവിടെ ഇടവ മാന്ത്രക്ഷേത്രം, മാന്ത്രക്ഷേത്രത്തിനടുത്തുനിന്ന് ഒരു 500 മീറ്ററിനകത്ത് ആണ് ഈ പള്ളി. ഈ പള്ളിയുടെ ചുറ്റും കടലുകളാണ്. പള്ളിയുടെ ചുറ്റും കടലാണ്, നല്ല ഭംഗിയുള്ള കടൽ. കടൽ നമുക്ക് എത്ര കണ്ടാലും നമുക്ക് ആ കടൽ കാണാൻ പിന്നെയും തോന്നുകയല്ലേ ഉള്ളൂ. ഇത് ഈ പള്ളിയുടെ പരിസരവും കാഴ്ചകളും എല്ലാമാണ്. ഇന്ന് ഈ പള്ളിയും പരിസരവുമാണ് ഞങ്ങൾ വന്ന് സന്ദർശിച്ചത്. ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.